പത്തരമാറ്റിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ കിരണും ആദർശും കൂടി കിരണിൻ്റെ കൂട്ടുകാരനെ പോയി കാണുന്നുണ്ട്. ഡേവിഡിൻ്റെ ഫോണാണെങ്കിൽ ആരൊക്കെയാണ് കോളിൽ പോകുന്നത് അതൊക്കെ ഞാൻ എടുത്തു തരാമെന്ന് അയാൾ പറയുന്നുണ്ട്. പക്ഷേ ഞാനീ ചെയ്യുന്നതെല്ലാം നിയമവിരുദ്ധമാണെന്ന് പറയാണ്. പക്ഷെ ഒരു നല്ല കാര്യത്തിനായതുകൊണ്ട് ഞാൻ കൂട്ടു നിൽക്കാമെന്നും അയാൾ കിരണിനോട് പറയുന്നുണ്ട്. ആദർശ് പറയാണ്, ഞങ്ങളെയും ചതിയിലൂടെയാണ് അവർ ട്രാപ്പ് ചെയ്യാൻ നോക്കിയത്. അപ്പം കിരൺ പറയാണ്, ഇവനെ ദുബൈയിൽ വെച്ച് ജയിലിൽ കിടത്താൻ വരെ അവർ നോക്കി. മുത്തശ്ശൻ്റെ ഒരു പിടിപാടില്ലായിരുന്നെങ്കിൽ ഇവനിപ്പം ദുബൈയിലെ ജയിലിൽ കിടന്നേനെ എന്ന് കിരൺ പറയുകയാണ്. മാത്രവുമല്ല, പല വട്ടവും പിന്നെ ഒരു വട്ടം ഇവനെ അവർ ട്രാപ്പിലാക്കാൻ നോക്കിയെന്ന്. മുത്തശ്ശൻ്റെ ഒരു സ്വാധീനം കൊണ്ട് മാത്രമാണ് ഇവൻ ആ സമയത്തും രക്ഷപ്പെട്ടതെന്ന് കിരൺ അയാളടുത്ത് പറയുകയാണ്. എന്തായാലും ഇതൊരു നല്ല കാര്യത്തിനായിട്ട് ഞാൻ കൂട്ടി നിൽക്കാം. പിന്നെ പോലീസുകാർക്ക് പല സഹായവും ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് അവർ പ്രശ്നമല്ലെന്ന് അയാൾ പറയുന്നുണ്ട്. എന്തായാലും അടുത്ത വട്ടം വരുമ്പോഴത്തേക്ക് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എടുത്ത് വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പറയുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ആദർശും കിരണും ഇറങ്ങുവാണ്. അപ്പം പോരുന്ന വഴിയിൽ കിരണാണെങ്കിൽ ആദർശിനടുത്ത് പറയുന്നുണ്ട്, നിൻ്റെ ഊഹം ശരിയാണ്. ഇതിൻ്റെ പിന്നിൽ യഥാർത്ഥ ഒരു ഡോണുണ്ട്. അയാളെ കണ്ടെത്തണം. അയാളെ കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പാതി വിജയിച്ചു എന്ന് കിരണം പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയണം, അതാണ് അയാളെ കണ്ടെത്തണം എന്ന് പറയണം. പിന്നെ ഈ ഡേവിഡ് എന്ന് പറയുന്ന ആൾക്ക് സ്വർണ്ണ കച്ചവടമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അയാൾക്ക് കൂടുതൽ റിയൽ എസ്റ്റേറ്റുമായിട്ടുള്ള ബന്ധമാണ്. അങ്ങനെയുള്ള പരിപാടിയൊക്കെയാണ് അയാൾക്കുള്ളത്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായതേ ഉള്ളൂ അയാൾ ഇതിലേക്ക് വന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇത്രയും വലിയ ഉയർച്ച അത് നമുക്ക് ആലോചിക്കാൻ കൂടി പറ്റുന്ന കാര്യമല്ലെന്ന് ആദർശ് പറയാണ്. പിന്നെ ഈ സ്വർണത്തിൻ്റെ ഈ ബിസിനസ് ആണെങ്കിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് ഉയർത്തെണിച്ച് വരാൻ പറ്റുന്ന കാര്യമല്ല. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ AN ജ്വല്ലറിയുടെ കേരളത്തിലെ വളർച്ച പെട്ടെന്നായിരുന്നു. പിന്നെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ 2 വർഷമായി അവർ തുടങ്ങിയിട്ട്. അപ്പം കിരൺ പറയാണ്, ഇതിൻ്റെ പിന്നിൽ ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാളുണ്ട്, അത് ഉറപ്പാണ്. അതാരാണെന്ന് നമ്മൾ കണ്ടെത്തണം എന്ന് പറയാണ്. ആദർശ് പറയാണ്, അത് മാത്രമല്ല അവരാണെങ്കിൽ നമ്മളെ നന്നായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ പോകുന്ന സ്ഥലങ്ങളും ബിസിനസ് നടക്കുന്ന കാര്യങ്ങളൊക്കെ അവരറിയുന്നതെന്ന് പറയണം. കിരൺ പറയണം, അതിൻ്റെ പ്രത്യേകിച്ച് എന്തിനാ നീ വേറെ ആളെ തപ്പിപ്പോകുന്നത്? നിൻ്റെ വീട്ടിൽ തന്നെ ചാരന്മാരുണ്ടല്ലോ, അഭിയായിരിക്കും ഈ കാര്യങ്ങളെല്ലാം അവരെ അറിയിക്കുന്നതെന്ന് പറയണം. അപ്പം കിരൺ പറയാണ്, എൻ്റെ 2 സുഹൃത്തുക്കളുണ്ട്. അവരുടെ കയ്യിലും ഞാൻ അബിയുടെ ഫോൺ ഹാക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ആരെ കോൾ ചെയ്യുന്ന ഡീറ്റെയിൽസൊക്കെ അറിയാൻ പറ്റുമല്ലോ. അവനും ആ ഡേവിഡുമായിട്ട് ബന്ധമുണ്ടെന്ന് ആദർശ് പറയുകയാണ്. കിരൺ പറയാണ്, നീ എന്തായാലും വിഷമിക്കേണ്ട. എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് കിരൺ ആണെങ്കിൽ ആദർശിന് ഉറപ്പ് കൊടുക്കുകയാണ്. അവൻ അത്രയും ജീനിയസാണ്. എന്തായാലും നമുക്ക് കണ്ടെത്താൻ പറ്റും. അതുകൊണ്ട് നീ വിഷമിക്കണ്ടെന്നും പറഞ്ഞ് സമാധാനപ്പെടുത്തി വിടുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ അനാമികയും അതുപോലെ തന്നെ ഡേവിഡും അനാമികയുടെ അച്ഛനും കൂടി ഇരുന്ന് ആലോചിക്കുകയാണ്. എന്തായാലും ഇത്രയും വലിയ ഡയമണ്ട് കച്ചവടം നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാഫ് തന്നെ മാറുമെന്ന് അനാമികയുടെ അച്ഛൻ പറയുകയാണ്. എത്രയും പെട്ടെന്ന് ഇത്രയും വലിയ ഡീല് നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷയില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഡേവിഡ് പറയാണ്, അവർക്ക് കൂടുതൽ ഡയമണ്ട് കളക്ഷൻ വേണമെന്നാണ് പറയുന്നത്. അങ്ങനെ അവർ ഭയങ്കര സന്തോഷത്തിലാണ്. വലിയ ബിസിനസ്സൊക്കെ നടന്നു എന്നുള്ള രീതിയിൽ അവർ ഭയങ്കര സന്തോഷത്തിലാണ്. പക്ഷേ അവർക്കറിയത്തില്ലല്ലോ വേഷം മാറി വന്നത് ആദർശാണെന്ന്. എന്തായാലും അവർ ഭയങ്കര സന്തോഷത്തിലൊക്കെ നിൽക്കുകയാണ്. എന്നിട്ട് അനാമിക പറയാണ്, ഇനി ഒരു കാര്യം കൂടെ ചെയ്യണം. നയന കളക്ഷൻസ് അത് ഇപ്പോഴും മാർക്കറ്റിൽ നല്ല പിടിപാടാണ്. അത് നമുക്ക് മാറ്റി എഴുതണം. നമുക്ക് അത്രയും നല്ലൊരു ഡിസൈനറെ കൊണ്ടുവന്ന് AN ജ്വല്ലറിയിലെ ഡിസൈനർ ആൾക്കാർ ചോദിച്ചു വരണമെന്ന് അനാമിക പറയാണ്. ഡേവിഡ് പറയാണ്, അത് ശരിയാണ്. നയന കളക്ഷൻസ് വലിയൊരു മാറ്റം തന്നെ ഇപ്പോഴും സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പോഴും തിരക്ക് വരുന്ന ആൾക്കാരുണ്ടെന്ന് ഡേവിഡ് പറയാണ്. അപ്പം നാഗേന്ദ്രൻ പറയാണ്, എൻ്റെ മോൾ ആഗ്രഹിച്ച പോലെ അതിലൊരു മാറ്റം വേണം. നല്ലൊരു ഡിസൈനറെ കണ്ടെത്തണം. നിങ്ങൾ ഡേവിഡും ശ്രമിക്കും, ഞാനും നോക്കാം. നല്ലൊരു ഡിസൈനറെ കൊണ്ടുവന്ന് നമുക്ക് ആ നയന കളക്ഷൻസ് ആ ലേബൽ നമ്മൾ മാറ്റി എഴുതണം എന്ന് പറയുകയാണ്. അപ്പോൾ അനാമികയുടെ ഒരാഗ്രഹമാണ്, എൻ്റെ മോളുടെ ഒരാഗ്രഹമാണ്, അത് സാധിച്ചേ പറ്റത്തുള്ളൂ എന്ന് നാഗേന്ദ്രൻ പറയാണ്. അങ്ങനെ അവർ ഭയങ്കര സന്തോഷത്തിലേക്കാണ്. പുതിയ ബിസിനസ് ഡീല് നടക്കാൻ പോകുന്നു, അതോടെ കോടികൾ ലാഭം കിട്ടും എന്നൊക്കെയുള്ള ഒരു സന്തോഷത്തിലാണ് അവരിയ്ക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ അനി ഓഫീസിൽ ഫയലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വീഡിയോ കോൾ വരികയാണ് നന്ദുവിൻ്റെ. അപ്പം എടുക്കുന്നുണ്ട്. എന്താ നീ വീഡിയോ കോൾ ചെയ്ത്? ഞാൻ ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്യുന്നത് കാണാൻ വേണ്ടിയാണോ നീ വീഡിയോ കോൾ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. അങ്ങനൊന്നുമല്ല, നിനക്കറിയാമല്ലേ ചേട്ടൻ്റെ സീറ്റിലാണ് നീ ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ അങ്ങനൊന്നും ആഗ്രഹിക്കത്തില്ല നന്ദു പറയാണ്. അപ്പോൾ അനി പറയാണ്, എൻ്റെ അമ്മയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ സീറ്റിൽ ഇരിക്കുന്നത് കാണാൻ. അപ്പോൾ നന്ദു ചോദിക്കുകയാണ്, നിൻ്റെ അമ്മ വീണ്ടും പഴയ പോലെ ആയോ? അപ്പം അനി പറയാണ്,
അമ്മയല്ലേ ഇടയ്ക്കിടയ്ക്ക് സ്വഭാവം മാറ്റിക്കൊണ്ടിരിക്കുക. പിന്നെ നാട്ടുകാരുടെ മുന്നിലൊക്കെ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ട് നടക്കാം, എല്ലാവരുടെയും മുന്നിലും പറയാം എൻ്റെ മോനാണ് ഇപ്പോൾ MD. അതിനൊക്കെ വേണ്ടി അമ്മ ഇങ്ങനെ ഈ കിട്ടിയ സീറ്റിനെ കുറിച്ച് ഭയങ്കര സന്തോഷവതിയാണ്. മാത്രവുമല്ല ഇനി ഈ സീറ്റ് എൻ്റെ കയ്യിൽ നിന്ന് പോവല്ലെന്ന് വേണമെങ്കിൽ അമ്മ പ്രാർത്ഥിച്ച് കളയുമെന്ന് അനിയാണെങ്കിൽ നന്ദുവിൻ്റെ അടുത്ത് പറയുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നവീൻ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം നന്ദു പറയാണ്, നവീൻ ചേട്ടൻ വന്ന് ഞാൻ വെക്കുവാടാന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് ഫോൺ വെക്കുകയാണ്. അപ്പം എനിക്കതൊരു വിഷമമാവുന്നുണ്ട്. അങ്ങനെ നവീൻ്റെ അടുത്ത് ഇരിക്കാനൊക്കെ പറഞ്ഞിട്ട് പറയണം, അനി ഇന്ന് ചാർജ് എടുത്തിരിക്കുകയല്ലേ MD സ്ഥാനത്തേക്ക്. അവനതിന് വലിയ താല്പര്യമൊന്നുമില്ല. അവൻ ആദർശേട്ടൻ്റെ കീഴിൽ നിൽക്കാൻ എപ്പോഴും താല്പര്യം. ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നതാണെന്ന് നന്ദു പറയണം. അപ്പം നവീനും പറയുന്നുണ്ട് അവനതിനൊന്നും വലിയ താല്പര്യമില്ല, അവനെപ്പോഴും ആദർശേട്ടൻ്റെ കീഴിൽ നിന്ന് ജോലി ചെയ്യാനാണ് താല്പര്യം എന്ന് നവീനും പറയുന്നുണ്ട്. എന്താ നവീനേട്ടൻ വന്നേ എന്ന് നന്ദു ചോദിക്കണം. അത് ഒരു കേസുമായി ബന്ധപ്പെട്ട് വന്നതാണ് എന്ന് പറയുകയാണ്. അങ്ങനെ കേസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നന്ദു പറയുകയാണ് ഞാൻ സഹായിക്കാം, പിന്നെ എനിക്കിതിനകത്തൊന്നും ഒരു ഭയവും ഇല്ല, കാരണം ഫാമിലി ഒന്നും ഇല്ലാത്തതുകൊണ്ട്, ഭർത്താവും കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റത്തടിയായതുകൊണ്ട് എനിക്കാരെയും പേടിക്കണ്ട എന്ന് പറയാണ്. അപ്പോൾ നവീൻ പറയാണ് പോലീസാണെന്നും പറഞ്ഞ് കല്യാണം കഴിക്കാനൊന്നും ഇരിക്കണ്ട, അതേ വേവ് ലെങ്ത് ഉള്ള ഒരാളെ കാണുവാണെങ്കിൽ കല്യാണം കഴിക്കുന്നതിനൊരു കുഴപ്പമില്ല എന്ന് പറയാണ്. അതൊക്കെ പൊയ്ക്കട്ടെ, നവീൻ ഏട്ടൻ്റെ കല്യാണം എന്തായെന്ന് ഉടനെ നന്ദു ചോദിക്കുകയാണ്. ഞാനും ഇങ്ങനെ തന്നെയാണ്, ഞാനും ഇങ്ങനെ ഒരു കൺഫ്യൂഷനിലാണ്. കല്യാണം നടക്കുകയാണെങ്കിൽ ചിങ്ങത്തിൽ നടക്കും, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നോക്കാം എന്ന് അവർ പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സമയത്ത് വീട്ടിലാണെങ്കിൽ നവീൻ്റെ വീട്ടിൽ പത്മയാണെങ്കിൽ ചായ ഒഴിച്ചുകൊണ്ടിരുന്നിട്ട് മുത്തശ്ശനടുത്ത് പറയുകയാണ്, നമുക്ക് അനന്തപുരി തറവാട്ടിലെ ജലജയുടെ മകൾ അവന്തികയെ ഒന്ന് ആലോചിച്ചാലോ നവീന് വേണ്ടി. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, ആ കുടുംബമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ നല്ല കാര്യമാണ്, പക്ഷേ മൂർത്തിയോട് സംസാരിക്കണം, ജാതകം നോക്കണം. അപ്പോൾ പത്മ പറയാണ്, ജാതകം ഒന്നും കുഴപ്പമില്ല, അതൊക്കെ ചേർച്ചയായിരിക്കും, ഇച്ചിരി ചേർച്ചക്കുറവുണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന് പറയണം. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, അതാണ് നല്ല കുടുംബത്തിലൊക്കെ ബന്ധം വന്നു കഴിഞ്ഞാൽ പിന്നെ ജാതകം നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ലെന്നൊക്കെ നമുക്ക് തോന്നും, പക്ഷേ അങ്ങനെ പറ്റത്തില്ല, ജാതകം നോക്കണം, കുറച്ചെങ്കിലും പൊരുത്തം വേണം എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. എന്തായാലും അനന്തമൂർത്തിയായിട്ട് സംസാരിക്കുക. അപ്പോൾ പത്മ പറയാണ്, അവന്തിക കുഞ്ഞായിരുന്ന സമയത്ത് മുത്തശ്ശി തമാശയായിട്ട് പറഞ്ഞിട്ടുണ്ട്, നീ എൻ്റെ മരുമോളായിട്ട് വരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച കാര്യം, പണ്ടത്തെ കാര്യം ഇങ്ങനെ പത്മ പറയാണ്. അപ്പോൾ പത്മയ്ക്കാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവന്തികയെ മരുമോളാക്കിക്കോളാൻ വയ്യാത്തതിൻ്റെ ഒരു വെപ്രാളത്തിലിരിക്കുകയാണ്. ഈ സമയത്ത് അനന്തപുരിയിൽ മൂർത്തി മുത്തശ്ശന് പനിയും ചൂടൊക്കെ കയറിക്കൊള്ളുകയാണ്. അപ്പോൾ മുത്തശ്ശി വന്ന് തൊട്ടുവിട്ടിട്ട് പറയാണ്, നല്ല പനിയുണ്ട്, ആശുപത്രി പോയേ പറ്റത്തുള്ളൂ, ഞാൻ ജയനെ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ ജയനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ജയനും ദേവയാനിയും കൂടെ ഓടി വരുന്നുണ്ട്. എന്താ വെച്ചാൽ ഒന്നുമില്ല, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ഇയാൾക്കാണെങ്കിൽ ഭയങ്കര വെപ്രാളാണ്, ഞാനിപ്പോൾ ആശുപത്രി പോകണമെന്ന്, എന്തായാലും ഒന്ന് പോയിക്കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ട് ജയനും മുത്തശ്ശനും കൂടെ ആശുപത്രിയിൽ പോവുകയാണ്. ദേവേന് പറയുന്നത് ഞാനും കൂടെ വരാം എന്ന് പറയാണ്. പിന്നെ ഒരു കാര്യം ചെയ്യും, ഈ വീട്ടിലുള്ള എല്ലാവരെയും കൂടെ വണ്ടി വിളിച്ച് നമുക്ക് പോകാമെന്നും പറഞ്ഞ് മുത്തശ്ശൻ ചൂടാവുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശനും ജയനും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ നയനെ ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ആദർശ് വന്നിട്ട് ചോദിക്കണം, എന്താടോ ഇയാൾ വിഷമിച്ചിരിക്കുന്നത്? ഒന്നുമില്ല, എന്തോ മനസ്സിനകത്തൊരു ഭാരം പോലെ, ആർക്കോ എന്തോ ഒരു ആപത്തുള്ളത് പോലെ, വീട്ടിലെന്തോ ഒരു ആപത്തുള്ളത് പോലെ തോന്നുന്നു എന്ന് നയന പറയുകയാണ്. ഇയാൾ ഇപ്പോഴല്ലേ അമ്മയെ വിളിച്ച് വെച്ചത്, പിന്നെന്തുവാ? അല്ല, എന്തായാലും ഒരു ടെൻഷൻ പോലെ എന്ന് നയന പറയണം. എന്നെങ്കിൽ ഒന്നും കൂടെ അമ്മയെ വിളിക്കാൻ പറയണം. അങ്ങനെ വിളിക്കുമ്പോൾ ദേവയാനിയും ജലജയൊക്കെ മുത്തശ്ശനെയും കൊണ്ടുപോയത് വരുന്നതും കാത്തിരിക്കുകയാണ്. അപ്പം ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ ഉറങ്ങിയില്ല എന്ന് ചോദിക്കുന്നുണ്ട്. ഉറങ്ങിയില്ല, മുത്തശ്ശനൊരു വയ്യായ്മ, പനി പോലെ ആശുപത്രി കൊണ്ടുപോയേക്കുക എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ടെൻഷനായി, എന്താ പറ്റിയെന്നും പറഞ്ഞങ്ങ് ബഹളമായി. അപ്പം ആദർശാണെങ്കിൽ ഫോൺ വാങ്ങിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ, എന്താ പറ്റിയ മുത്തശ്ശന്? അത് മുത്തശ്ശനൊരു പനി പോലെ ചൂടും ഒക്കെ ഉണ്ട്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാണെന്നും ദേവയാനി പറയുന്നുണ്ട്. അങ്ങനെ ഫോൺ വെച്ചതിന് ശേഷം ആദർശ് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ നയന പറയാണ്, ഞാനും കൂടെ വരുന്നുണ്ട്. വേണ്ട, ഈ സമയത്ത് നീ വരണ്ട എന്ന് പറയുമ്പോഴും നയന വേണം, ഞാനും കൂടെ വരുന്നുണ്ട്, ഞാൻ ആദർശേട്ടൻ്റെ കൂടെയല്ലേ വരുന്നത്, പിന്നെന്തുവാ, ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് നയന ഉടനെ ആദർശിൻ്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്.